നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറുന്ന വിദേശികൾ വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന് സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും പശ്ചിമ ബംഗാൾ, ത്രിപുര, അതുപോലെ തന്നെ മറ്റു ചില അതിർത്തി സംസ്ഥാനങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന അനധികൃത കുടിയേറ്റം വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യാ ഘടനയിൽ വലിയ മാറ്റം വരുത്താൻ ഈ അനധികൃത കുടിയേറ്റത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ വിരുദ്ധരായ ഒട്ടനവധി ആളുകളെ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പല സംഘടനകളും, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘടനകളും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘടനകളുമെല്ലാം ഈ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരെ, ഈ അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി കാണുന്നത് കാരണം അവരും അത്തരത്തിലുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അനധികൃത കുടിയേറ്റം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടം അത് ചെറുതല്ല. സുരക്ഷാപരമായും അതുപോലെ തന്നെ ജനസംഖ്യാപരമായും വലിയ പ്രശ്നങ്ങൾ ഈ അനധികൃത കുടിയേറ്റം രാജ്യത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കുക എന്നത് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും പാലിച്ചു വരുന്ന, അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമാണ്. അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ അത് വിജയകരമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പശ്ചിമ ബംഗാൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരുന്നത്. പശ്ചിമ ബംഗാളിൽ ഈ അടുത്ത കാലം വരെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാരുകളാണ് ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അനധികൃത കുടിയേറ്റം തടയാനായി BSFന് വേലി കെട്ടി അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഭൂമി കയ്യേറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും സംസ്ഥാന സർക്കാരുകൾ സൈന്യത്തിന് ഭൂമി കൈമാറിയിരുന്നില്ല. അത്രമാത്രം അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നവർ ഇതുവരെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഭരണമാറ്റമുണ്ടായിരിക്കുന്നു. മമതാ ബാനർജി സർക്കാർ പുറത്തേക്ക് പോയിരിക്കുന്നു. അവിടെ BJP സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ അനധികൃതമായി കുടിയേറി പാർത്തിരിക്കുന്ന വിദേശികളെ കണ്ടെത്തി പുറത്താക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ അവിടെയുള്ള അനധികൃത ബംഗ്ലാദേശികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കർണാടക പോലെ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ സുരക്ഷിതമായിരിക്കുമെന്നും അവർക്ക് സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള പുറത്താക്കൽ നടപടികൾ നേരിടേണ്ടി വരില്ല എന്നും അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർണാടകയിൽ 25 ലക്ഷത്തോളം ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ എത്തിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭമൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ കേരളത്തിലും അവിടെ അത്തരത്തിലുള്ള അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്തുന്നുണ്ട്. അവർ കേരളത്തിലേക്കും വന്നിട്ടുണ്ട് എന്ന സൂചനകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എത്തിത്തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നും അല്ലെന്നും വളരെ കാലം മുമ്പ് തന്നെ ചില ഭീകര സംഘടനകളുടെ സഹായത്തോടുകൂടി അവർ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് അനധികൃതമായി ബംഗ്ലാദേശ് സ്വദേശികളെ കേരളത്തിലെത്തിക്കാനും അതുവഴി കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ വർധന ഉണ്ടാക്കാനും ശ്രമിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് കൊട്ടാരക്കരയിൽ നിന്നും പ്രധാന ഏജന്റ് അടക്കം 10 അംഗ ബംഗ്ലാദേശി സംഘത്തെ കേരളത്തിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർക്ക് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളിൽ നിന്ന് ലഭിച്ച സഹായത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് പ്രധാന ഏജന്റായ മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ഈ ഭീകരവിരുദ്ധ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ ഭർത്താവ് അമിജാൻ എന്ന അവരുടെ ഭർത്താവിനോടൊപ്പം ഏതാണ്ട് 13 വർഷം മുമ്പാണ് ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. അവർ ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശികൾ അവർ അതിർത്തി കടന്ന് അനധികൃതമായി ബംഗാളിൽ വന്നു. ആ പശ്ചിമ ബംഗാളിൽ വെച്ച് അവർക്ക് ആധാർ പോലെയുള്ള വ്യാജ രേഖകൾ, ഇന്ത്യയുടെ വ്യാജ രേഖകൾ അവർക്ക് ചില ഏജൻസികൾ ലഭ്യമാക്കുന്നു. ആ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെത്തിയതിനു ശേഷം ആധാറിലെ അഡ്രസ്സ് മാറ്റി ഇവർ ആദ്യം ചാലക്കുടിയിലെത്തുന്നു, പിന്നീട് കരുനാഗപ്പള്ളിയിലെത്തുന്നു. കരുനാഗപ്പള്ളിയുടെ ലോക്കൽ അഡ്രസ്സിലേക്ക് ഈ ആധാർ മാറ്റുന്നു. അതിനുശേഷം ഇത് അടിസ്ഥാന രേഖയാക്കി ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ ID കാർഡും ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ ഈ കാരുണ്യ കാർഡ് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള കാർഡുകളടക്കം ഇവർ സ്വന്തമാക്കുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ കാർഡുകളും മറ്റും സ്വന്തമാക്കുന്നതിനാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ
സഹായം ലഭിച്ചിരിക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ സഹായവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇവർ ബംഗ്ലാദേശികളാണെന്നും ഇവർ വിദേശികളാണെന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇന്ത്യൻ രേഖകൾ ആധാർ അടിസ്ഥാനമാക്കി, അവരുടെ കയ്യിലുള്ള വ്യാജ ആധാർ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ മറ്റു രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം തരപ്പെടുത്തി കൊടുത്തത്. അവരെ ഇവിടെ ഏതാണ്ട് സ്ഥിര താമസക്കാരെ പോലെയാക്കുന്നു. അതിനുശേഷം 2017 അവർ ചാലക്കുടി എത്തുന്നു, 2018 കരുനാഗപ്പള്ളിയിലെത്തുന്നു. അതിനുശേഷം ഒട്ടേറെ പേരെ ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കാൻ ഇവർ പിന്നീട് ചുക്കാൻ പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇങ്ങനെ ഇത്തരത്തിൽ അതിർത്തി കടന്ന് ഏജൻസികളുടെ സഹായത്തോടു കൂടി ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും ഒക്കെ എത്തുന്ന ഇത്തരത്തിലുള്ള ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിച്ച് സുരക്ഷിതമായി അതിഥി തൊഴിലാളികൾ എന്ന രീതിയിൽ അവർക്ക് കേരള സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ബംഗ്ലാദേശികളെ രഹസ്യമായി പാർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ SIR നടപ്പിലാക്കിയതോടുകൂടി മുംതാസിൻ്റെ ഭർത്താവ് അമിജാൻ അവരുടെ കുട്ടികളെയും കൊണ്ട് ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോയതായിട്ടാണ് വിവരം. അതിനിടയിലാണ് ഈ മുംതാസും ഈ 10 അംഗ സംഘവും പിടിയിലായിരിക്കുന്നത്. ഇവരുടെ ഈ സംഘം പിടിയിലായതോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള നിരോധിത സംഘടനകൾ ഈ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ കേരളത്തിൽ കുടിയിരുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി നൽകിയിരുന്നുവെന്നും അതവരുടെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയിരുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നതിന് സമാനമായി ബംഗ്ലാദേശികളെ പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള അനധികൃത ബംഗ്ലാദേശികൾ എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മേയർ VV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളും മറ്റും നടത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ബംഗാളികളാണ് കേരളത്തിൽ നിന്നും വോട്ട് ചെയ്യാനായി സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങിയത്. അവിടെ വോട്ട് ചെയ്തതിന് ശേഷം ഇവർ തിരികെ എത്തിയില്ല. കാരണം അവിടെ BJP സർക്കാർ അധികാരത്തിൽ വന്നു. ഇനി അവർക്ക് അവിടെ തൊഴിലവസരങ്ങൾ കിട്ടുമെന്ന് അവർക്ക് ഏതാണ്ട് വിശ്വാസമായി. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുക. ഇങ്ങനെ ബംഗാളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുന്നത് വരെ കാത്തിരിക്കുക എന്ന ഒരു നയത്തിലാണ് കേരളത്തിൽ നിന്ന് പോയ ബംഗാളികൾ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയ ബംഗാളികളിൽ ഏതാണ്ട് 80% പേരും തിരികെ വന്നിട്ടില്ല. ഈ ഒരു വലിയ പ്രതിസന്ധി കേരളത്തിലുണ്ട്. കാരണം പല പ്രോജക്റ്റുകളും ഇപ്പോൾ കേരളത്തിൽ നിന്നിരിക്കുകയാണ്. പണി ചെയ്യാനായി ആളെ കിട്ടാത്ത ഒരവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മടങ്ങി വരുന്ന ബംഗാളികളെ എങ്ങനെയും കേരളത്തിലേക്ക് റാഞ്ചാൻ നടക്കുന്ന ഒരു വലിയ സംഘവുമുണ്ട്. ആ സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാളിൽ നിന്നും പിടിക്കപ്പെട്ട് പുറത്താകേണ്ടി വരും എന്ന ഭയമുള്ള ബംഗ്ലാദേശികൾ നേരെ കേരളം പോലെയുള്ള കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അവർ ഈ തിരിച്ചു വരുന്ന ബംഗാളികൾക്ക് പകരമായി അവർ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിലൊക്കെ ജോലിക്ക് കയറുന്നതായും അവർ ഇവിടെ സ്ഥിരതാമസം ഒളിച്ച് കഴിയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായും ഒക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭ അത്തരത്തിലുള്ള അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ചില പരിശോധനകളും മറ്റും നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് അനധികൃതമായി വിദേശികളെ കേരളത്തിൽ എത്തിച്ച് താമസിപ്പിക്കാൻ ആവശ്യം വരുമ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങൾക്കടക്കം വിനിയോഗിക്കാനുമാണ് ഭീകര സംഘടനകൾ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ അറസ്റ്റിലാകുന്ന ബംഗ്ലാദേശി സംഘങ്ങൾ നൽകുന്ന സൂചന.